بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. പരിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ പാരായണം ചെയ്യുക ഇതിലേറ്റവും പ്രഥമമായി അടിസ്ഥാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് മഖാരിജുൽ ഹുറൂഫും അതിൻ്റെ തുടർച്ചയായ സിഫാത്തുൽ ഹുറൂഫും. അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്നതായ ചില ഗുണങ്ങൾ, സവിശേഷതകൾ, സ്വരവിശേഷണങ്ങൾ, ഇതാണ് സിഫാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞു. വ്യത്യസ്തങ്ങളാണ് സിഫാത്തുകൾ. അവ തന്നെ പ്രധാനമായി രണ്ട് വിഭാഗമായി വിഭജിക്കപ്പെടുന്നു. വിപരീതങ്ങളുള്ളവയും വിപരീതങ്ങളില്ലാത്തവയും. അങ്ങനെ വിപരീതങ്ങളില്ലാത്ത 7 സിഫാത്തുകൾ, അവസാനമായി 2 കൂടി അതിലേക്ക് കൂട്ടിക്കൊണ്ട് ഖഫാ, ഗുന്ന, ഇങ്ങനെ തുടങ്ങി എല്ലാ സിഫത്തുകളും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി നമ്മൾ തഖ്സീമു സിഫാത്ത് ബിന്നിസ്ബത്തി ഇലൽ ഖുവ്വത്തി വദ്ദുഅഫ്, സിഫാത്തുകളുടെ ഖുവ്വത്തും ദുഅഫും പരിഗണിച്ചുകൊണ്ടുള്ള വിഭജനമാണ്. تنقسم الصفات التي سبق ذكرها إلى 3 أقسام. 3 വിഭാഗങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ സിഫത്തുകളെയും പരിഗണിക്കുമ്പോൾ അവയുടെ ഖുവ്വത്തും ദുഅഫും വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അവ 3 വിഭാഗങ്ങളാണെന്നാണ്. ഖുവ്വത്തും ദുഅഫും വെച്ച് നോക്കുമ്പോൾ അവ 3 വിഭാഗങ്ങൾ. അതായത് ഖുവ്വ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്തി, കാഠിന്യം. ദുഅഫ് എന്ന് പറയുമ്പോൾ നേർവിപരീതം, ദൗർബല്യം. ദുഅഫ് എന്ന് പറയുമ്പോൾ ദൗർബല്യം, ദുർബലമായ സിഫത്തുകളുണ്ട്, ഖവിയ്യായ സിഫത്തുകളുണ്ട്. നമ്മൾ സൂചിപ്പിച്ച കാര്യമാണ്. ഈ പരിഗണന വെക്കുമ്പോൾ 3 വിഭാഗങ്ങളായി നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് ഖവിയ്യ, എല്ലാ സിഫത്തുകളും അതായത് ഖവിയ്യത്തായ സിഫത്തുകൾ, കാഠിന്യമുള്ള ശക്തമായ സിഫത്തുകൾ. പിന്നെ രണ്ടാമത്തെ ദഈഫ, ദുർബലമായ സിഫത്തുകൾ. പിന്നെ മൂന്നാമത്തെ വിഭാഗം മുതവസ്സിത അഥവാ മിതത്വം പുലർത്തുന്നതായ സിഫത്തുകൾ, മിത നിലവാരത്തിലുള്ള സിഫത്തുകൾ. ഫസിഫാത്തുൽ ഖവിയ്യ 11 സിഫ. ഖവിയ്യത്തായ സിഫത്തുകൾ, കടുപ്പമേറിയ കഠിനമായ സിഫത്തുകൾ 11 എണ്ണമാണ്. വഹിയ, അതേതൊക്കെയാണ്? അൽ ജഹ്റു വശിദ്ദത്തു വൽ ഇസ്തിഅലാഉ വൽ ഇത്ബാഖ് വസ്സഫീറു വൽ ഖൽഖല വൽ ഇൻഹിറാഫ് വത്തക്രീർ വത്തഫശി വൽ ഇസ്തിതാല വൽ ഗുന്ന. ഇതൊക്കെ ഖവിയ്യ സിഫത്തുകളാണ് ആയിട്ടാണ് പണ്ഡിതന്മാർ പരിഗണിച്ചിട്ടുള്ളത്. ജഹ്റ്, ഷിദ്ദത്ത്, ഇസ്തിഅല, ഇത്ബാഖ്, സഫീർ, ഖൽഖല, ഇൻഹിറാഫ്, തക്രീർ, തഫശി, ഇസ്തിതാല, ഗുന്ന. എന്നാൽ ദഈഫായ സിഫത്തുകൾ ഏതൊക്കെയാണ്? അവ 6 എണ്ണമാണ്. അൽ ഹംസ്, അല്ലേ, ഹംസ്. അതുപോലെ റഖാവ, ലോലമായിട്ട് ഉച്ചരിക്കുക. വൽ ഇസ്തിഫാൽ, ഇസ്തിഅലാഇന്റെ വിപരീതമായ ഇസ്തിഫാൽ, നാവ് താഴ്ത്തി ഉച്ചരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. വൽ ഇൻഫിതാഹ്, ഇൻഫിതാഹ് ഇത്ബാഖിന്റെ നേർ വിപരീതമാണ് ഇൻഫിതാഹ്. വല്ലീൻ, ലീനോടുകൂടി ലോലമായ വിധത്തിൽ ഉച്ചരിക്കുക. യാഇനും വാവിനും തൊട്ട് മുമ്പിൽ ഫത്ത് വരിക. അവ രണ്ടും സുക്കൂൻ നൽകപ്പെട്ട അവസ്ഥയിൽ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ലീൻ. അതുപോലെ ഖഫാ, ഹ, വാവ്, അലിഫ്, യ, ഈ 4 അക്ഷരങ്ങൾക്ക് സുക്കൂൻ നൽകുമ്പോഴുണ്ടാകുന്ന ആ ഖഫായിൻ്റെ അവസ്ഥ. അലിഫും വാവും യാവും സാക്കിനാണ്. ഈ സിഫത്തുകൾ 6 എണ്ണവും എന്താണ്? ദഈഫായ സിഫത്തുകളാണ്.
ദഈഫായ സിഫത്തുകളാണ്, ദുർബലമായവ. വസിഫാത്തുൽ മുതവസ്സിത, എന്നാൽ ഇവ രണ്ടിനും മധ്യത്തിലുള്ള മിതത്വം പുലർത്തുന്ന സിഫത്തുകൾ ഏതൊക്കെയാണ്? അൽ ഇസ്മാത്ത്, ഇസ്മാത്ത്, അതുപോലെ ഇദ്ലാഖ്, അതുപോലെ ഇസ്മാത്ത്, ഇദ്ലാഖ്, പിന്നെ ബൈനിയ്യ എന്ന് പറയും, അത് തവസ്സുത്താണ്. ബൈനിയ്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തവസ്സുത്ത്. ഈ 3 സിഫത്തുകളാണ് ഖവിയ്യു അല്ല എന്നാൽ ദഈഫു അല്ലാത്ത മിത നിലവാരം പുലർത്തുന്ന സിഫത്തുകൾ. അപ്പം ഇങ്ങനെ സിഫത്തുകളെ കടുപ്പമേറിയതും കടുപ്പം കുറഞ്ഞ, ദുർബലവും എന്നാൽ അവ രണ്ടിനും ഇടയിലുള്ള അവസ്ഥ പുലർത്തുന്നതുമായ സിഫത്തുകളായി പരിഗണിക്കപ്പെടുന്നു. അപ്പോൾ കടുപ്പമുള്ളവയാണ് ഏറ്റവും കൂടുതൽ, കടുപ്പമേറിയ സിഫത്തുകളാണ് ഏറ്റവും കൂടുതൽ. അപ്പം ആ രീതിയിൽ തന്നെ നമ്മൾ ഉച്ചരിക്കണം അക്ഷരങ്ങൾ. അപ്പം നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ സംസാരത്തിൽ പോലും ശ്രദ്ധിക്കാറുണ്ടാകും. ആ സംസാരത്തിൽ പോലുള്ള ആ ശൈലി ഉണ്ടല്ലോ, അറബികളുടെ സംസാരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ആ കാഠിന്യത്തോടുകൂടി, കടുപ്പത്തോടുകൂടിയുള്ള സംസാര ശൈലി, പല അക്ഷരങ്ങളും ഉച്ചരിക്കുമ്പോഴുള്ള അതിൻ്റെ പ്രൊണൗൺസിയേഷനിലുള്ള ആ കടുപ്പ സ്വഭാവം, അതാണ് ഈ ഖുർആൻ പാരായണത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എവിടെയെങ്കിലും എന്തെങ്കിലും എങ്ങനെയെങ്കിലും കാഠിന്യം, കടുപ്പം കൊടുക്കുക എന്നതല്ല. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ ഖവിയ്യ സിഫത്തുണ്ട്, ദഈഫായ സിഫത്തുണ്ട്. 2 സിഫത്തുകൾ ഒരുമിച്ച് ചേർന്നൊരു ഹർഫാണ് താ. അതുപോലെ കാഫ്, ഈ 2 അക്ഷരങ്ങൾ അല്ലേ? ഖവിയ്യ സിഫത്താണ് ഷിദ്ദത്തിൻ്റെ സിഫത്ത്, ഷിദ്ദത്തുള്ള അക്ഷരമാണ് താ. എന്നാൽ ഹംസ് ദഈഫായ സിഫത്താണ്. ഇത് വളരെ വ്യക്തമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. സാക്കിനായ താ ഉച്ചരിക്കുമ്പോൾ, തുടങ്ങുമ്പോൾ, നേരത്തെ നമ്മളെ സൈനുദ്ദീൻ ഓതിയപ്പോഴാണ് അപ്പോൾ പറഞ്ഞത്, ഷഗലത്ത് എന്ന് തുടക്കത്തിൽ കാഠിന്യമുണ്ട്. ആ ഉടനെ തന്നെ അതിന് ഹംസ് കൊടുത്തുകൊണ്ട് ഷഗലത്ത് എന്നുള്ള ആ ശ്വാസത്തിൻ്റെ ഒഴുക്കാണ് ഹംസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഹംസ് അല്ലേ, ജറയാനുൻ നഫസ്, നഫസിൻ്റെ ഒഴുക്ക്. ആ ഒഴുക്കോട് കൂടിയായിരിക്കണം എന്ത് ഉച്ചരിക്കേണ്ടത്? ത ഉച്ചരിക്കേണ്ടത്. താവിന് സുക്കൂൻ വരുമ്പോൾ പ്രത്യേകിച്ച് സുക്കൂനിലാണ് ഹംസ് പ്രകടമാവുക എന്നാണ്, വ്യക്തമാവുക. സുക്കൂൻ കൊടുത്ത് ഉച്ചരിക്കുമ്പോഴാണ്. ഷഗലത്ത്, ഷഗലത്ത്, അതുപോലെ അക് വബ എന്നിങ്ങനെ യക്. അപ്പം അങ്ങനെ സുക്കൂന് കൊടുത്തുച്ചരിക്കുമ്പോൾ കാഫിലും തായിലും ഷിദ്ദത്തും തുടർന്ന് ഹംസും ഉണ്ടായിരിക്കും. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും സിഫാത്തുകൾ നമുക്ക് സൂചിപ്പിക്കാം. ഷെയ്ഖ് ഹാനിയുടെ പരിശീലന ക്ലാസ്സും ഉണ്ടായിരിക്കും ഈ വിഷയത്തിലുള്ള. അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. ബിഇദ്നില്ലാഹി തആല. ബാറക. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ